നമ്മൾ ഈ വർഷത്തെ ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ദ ചാർജസ് അറ്റ് റെസ്റ്റ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന അർത്ഥം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ റെസ്റ്റിലുള്ള ഇലക്ട്രിക് ചാർജുകളെ പറ്റിയിട്ടാണ് പഠിക്കുക. നമുക്ക് ആദ്യം നമ്മൾ നോക്കുക ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ചില പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്കറിയാം. രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവാണ്, നെഗറ്റീവാണ് എന്നൊക്കെയുള്ള. അതേപോലെ ഇലക്ട്രിക് ചാർജസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കും. രണ്ട് ചാർജുകൾ തമ്മിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയുന്നതാണ്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഉണ്ടാവുക. രണ്ട് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ട് എങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ചാർജ് ഉണ്ട് എങ്കിൽ ആ ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഉണ്ടാവും. ചാർജിൻ്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഏതെങ്കിലും ഒരു കണ്ടക്ടറിലേക്ക് ഒരു ചാർജ് കൊടുത്താൽ ആ കണ്ടക്ടറിന് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാർജിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ്, ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ട് എങ്കിൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഒരു കണ്ടക്ടറിലേക്ക് ചാർജ് കൊടുത്താൽ അതിൽ ഡെവലപ്പ് ആവുന്ന കപ്പാസിറ്റൻസ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ഹെഡിൽ പഠിക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എങ്ങനെയാണ് ചാർജുകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടേക്ക് എ ഗ്ലാസ് റോഡ് ആൻഡ് റബ് ഇറ്റ് വിത്ത് സിൽക്ക്. ഡ്യൂ ടു ഫ്രിക്ഷൻ, ഹീറ്റ് എനർജി വിൽ ബി പ്രൊഡ്യൂസ്ഡ്. This thermal energy will be absorbed by the electrons present in the glass rod and silk. The electrons from the glass rod will flow into the silk. ഒരു ഇലക്ട്രോൺ ആണ് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് പോയത് എങ്കിൽ ഗ്ലാസ് റോഡിന് ഒരു പോസിറ്റീവ് ചാർജും സിൽക്കിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. എത്ര ഇലക്ട്രോൺസ് ആണോ ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് പോകുന്നത് അത്രയും പോസിറ്റീവ് ചാർജുകൾ ഗ്ലാസ് റോഡിനും കിട്ടും, അത്രയും നെഗറ്റീവ് ചാർജുകൾ സിൽക്കിനും കിട്ടും. ഈ രീതിയിൽ ഫ്രിക്ഷൻ വഴി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുക. ദ ചാർജസ് ഡെവലപ്ഡ് ഇൻ ദ ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക് വിൽ ബി റിമൈനിങ് അറ്റ് റെസ്റ്റ്. ദേ വിൽ നോട്ട് ബി മൂവിങ്. സോ സച്ച് ചാർജസ് ആർ കോൾഡ് സ്റ്റാറ്റിക് ചാർജസ്. ഈ രീതിയിൽ നമുക്ക് ബോഡീസിൽ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. നമുക്കറിയാം 2 ടൈപ്പ് ചാർജാണുള്ളത്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിൻ്റെ ചാർജ് ഇ ആണ്, ഇതിൻ്റെ വാല്യൂ +1.6 × 10⁻⁻19 കുളംബ്. നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണിൻ്റെ ചാർജ് -E ആണ്, അതിൻ്റെ വാല്യൂ വരിക -1.6 × 10⁻⁻19 കൂളംബ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയുന്നത് തന്നെയാണ്. 2 പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജോ റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവും നെഗറ്റീവ് ചാർജുമാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. സോ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ചാർജസ് സ്കേലാറാണ്. സ്കേലാർ ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദേ ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അപ്പോൾ ചാർജസ് ആർ സ്കേലാർ. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജാണ്. നമ്മൾ എനർജി കൺസർവേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അതേപോലെ തന്നെയാണ് ചാർജും. ചാർജസ് കൺസേർവ്ഡ് ആണ്. ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്തപ്പം ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടിയില്ലെന്ന്. നമ്മൾ ഗ്ലാസ്സിനെയും സിൽക്കിനെയും ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുക. റബ്ബ് ചെയ്യുന്നതിന് മുൻപേ ഗ്ലാസ്സിനും സിൽക്കിനും ചാർജില്ല. റബ്ബ് ചെയ്തപ്പം ഗ്ലാസ്സിന് ഒരു പോസിറ്റീവ് ചാർജും സിൽക്കിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടി. ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആഡ് ചെയ്ത് എന്താ കിട്ടുക? 0. അപ്പോൾ അതിൻ്റെ അർത്ഥം യു കെ നോട്ട് ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് ചാർജസ്. For an isolated system, the total charge is a
കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? പെയറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇതിനാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുക. ഇനി അടുത്തതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഫിക്സഡ് എന്നാണ്. ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ഒരു ബോഡിയുടെ ചാർജ് ഫിക്സഡ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്. ഇപ്പം നമ്മൾ ഗ്ലാസ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പം ഗ്ലാസ്സിൽ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പം ഗ്ലാസ്സിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ? 2 ഇലക്ട്രോണാണ് പോകുന്നതെങ്കിലോ ഗ്ലാസിൻ്റെ ചാർജ് +2e. 3 ഇലക്ട്രോണാണ് പോകുന്നതെങ്കിൽ ഗ്ലാസിൻ്റെ ചാർജ് +3e. 3.5 ഇലക്ട്രോണ് ഗ്ലാസ്സിൽ നിന്ന് സിൽക്കിലേക്ക് പോവോ? 3.25 ഇലക്ട്രോൺ ഗ്ലാസ്സിൽ നിന്ന് സിൽക്കിലേക്ക് പോവില്ല. അപ്പോൾ നമുക്ക് പറയാം ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുകയാണെങ്കിൽ Q = NE. എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4 എക്സെട്ര. N ഇൻറ്റിജറാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ആ ബോഡിക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ +NE എന്നിടും. നെഗറ്റീവ് ചാർജാണ് കിട്ടണമെങ്കിൽ -NE എന്നിടും. അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ. The charge on a body can be expressed as an integral multiple of the basic unit of charge small e, where Q equals ±NE, where N is an integer. അപ്പോൾ ഒരു ബോഡിക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ചാർജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇനി 6ാമത്തെ പ്രോപ്പർട്ടി ചാർജിൻ്റെ യൂണിറ്റാണ്. അത് കൂളുംബാണ്. C വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുക. ഇനി 7ാമത്തെ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് ഒരു ചാർജിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പാണ്. അതിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൽ ഇവിടെ ഒരു ബ്രാസ് ഡിസ്ക് നിങ്ങൾക്ക് കാണാം. ഒരു കണ്ടക്റ്റിംഗ് റോഡിലൂടെ അറ്റത്ത് 2 ലീഫുകളുണ്ടാവും. അത് ഗോൾഡോൺ ആണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അതിന് ഗോൾഡ് ലീഫ് എന്ന് പറയുക. നമ്മൾ ചാർജുള്ളൊരു കണ്ടക്ടർ ഈ ഡിസ്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്യിച്ചാൽ ഈ റോഡിലൂടെ ചാർജുകൾ ഫ്ലോ ചെയ്ത് ഈ ലീഫിനും കിട്ടും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡാണ് ഇവിടെ വെക്കുന്നത് കണ്ടക്ടറാണ് ഇവിടെ വെക്കുന്നത് എങ്കിൽ ഈ ലീഫിലും പോസിറ്റീവ് ചാർജ് കിട്ടും, ഈ ലീഫിലും പോസിറ്റീവ് ചാർജ് കിട്ടും. ആ 2 ലീഫും റിപ്പൽ ചെയ്യും. അങ്ങനെ റിപ്പൽ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മളിവിടെ വെച്ച ആ കണ്ടക്ടറിന് ചാർജ് ഉണ്ട്. ഈ രീതിയിൽ ചാർജ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അടുത്തത് ചാർജസിൻ്റെ അഡിറ്റീവ് നേച്ചറാണ്. ഇഫ് എ സിസ്റ്റം കണ്ടെയ്ൻസ് ചാർജസ് Q1, Q2, Q3 എക്സെട്ര അറ്റ് ഡിഫറെൻറ്റ് റീജിയൻസ് then the total charge of the system equals Q1 plus Q2 plus Q3. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ യു ചാർജ് എ ബോഡി. 3 രീതിയിൽ നമുക്കൊരു ബോഡിയെ ചാർജ് ചെയ്യാം. അതിൽ ആദ്യത്തത് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ വഴി എങ്ങനെയാണ് ഒരു ബോഡിയെ ചാർജ് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചതാണ്. ഒരു ഗ്ലാസ് റോഡിനെ സിൽക്കുമായി റബ്ബ് ചെയ്യുമ്പം ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നു, സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലാസ് റോഡും സിൽക്കും ഇൻസുലേറ്റേഴ്സാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. 2ാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. 3ാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. കണ്ടക്ഷനിൽ നമ്മൾ 2 ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവും. എന്നാൽ ഇൻഡക്ഷനിൽ 2 ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ചാർജിങ് ബൈ കണ്ടക്ഷനും ചാർജിങ് ബൈ ഇൻഡക്ഷനും ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് we are going to see how a body is charged positively by conduction. An uncharged metal sphere is kept on an insulated stand. The metal sphere contains equal number of electrons and positive charges. That is, it is electrically neutral. A positively charged aluminum plate
is brought in contact with the sphere. ശ്രദ്ധിക്കുക, രണ്ടും തമ്മിൽ കോണ്ടാക്റ്റിലാണ്. The electrons will flow from the metal sphere to the aluminum plate. Due to the loss of electrons, the metal sphere will have excess positive charges in it. That is, metal sphere will be positively charged. Now we will see how a body is charged negatively by conduction. A negatively charged plate is brought in contact with an uncharged metal sphere. The electrons will flow from the negatively charged plate to the metal sphere. The metal sphere now has excess electrons and becomes negatively charged. അടുത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. Consider a conductor AB. It is electrically neutral. എന്ന് പറഞ്ഞാൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവും. Bring a negative charged conductor near the conductor AB. ശ്രദ്ധിക്കുക, നമ്മൾ അതിൻ്റെ അടുത്തുകൊണ്ട് വെക്കുകയുള്ളൂ, ആ രണ്ട് കണ്ടക്ടേഴ്സും തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. The positive charges of the conductor AB move towards the side A and the negative charges of the conductor AB move towards the side B. ഇനി നമ്മൾ ആ കണ്ടക്ടർ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിലോ, നെഗറ്റീവ് ചാർജുള്ള കണ്ടക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ആ പഴയ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് നിൽക്കണ കാണാൻ പറ്റും. എൻ്റെ എയിലുള്ള ചാർജിനെ നമ്മൾ ബൗണ്ട് ചാർജ് എന്നും എൻ്റെ ബിയിലുള്ള ചാർജിനെ നമ്മൾ ഫ്രീ ചാർജ് എന്നുമാണ് പറയുക. ഇനി നമ്മൾ എൻ്റെ ബിയിനെ എർത്ത് ചെയ്യും. എർത്ത് ഈസ് ആൻ ഓഷൻ ഓഫ് ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺസിനെ വാങ്ങാൻ വേണമെങ്കിലും അതുപോലെ എത്ര ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനും എർത്തിന് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ ബീനെ എർത്ത് ചെയ്യുമ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ എൻ്റെ ബിയിലുള്ള ഇലക്ട്രോൺസ് ഭൂമിയിലേക്ക് ഒഴുകും. നൗ the earthing is removed and the negative charged conductor is taken away. ഇപ്പം എൻ്റെ എയിൽ കൂടി നിൽക്കുന്ന പോസിറ്റീവ് ചാർജുകൾ ആ കണ്ടക്ടർ എ ബിയിൽ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യും. നൗ വി ഹാവ് ചാർജ്ഡ് ദ കണ്ടക്ടർ എ ബി പോസിറ്റീവ്ലി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ഹൗ എ കണ്ടക്ടർ എ ബി ക്യാൻ ബി ചാർജ്ഡ് നെഗറ്റീവ്ലി ബൈ ഇൻഡക്ഷൻ. The conductor contains an equal number of protons and neutrons. It is electrically neutral. For that, bring a positively charged conductor near the conductor AB. The electrons of the conductor AB will move towards the end A and the positive charges of the conductor AB will be repelled towards the end B. Now, B is earthed. The negative charges of earth will flow towards the end B and neutralize the positive charges at end B. Now earthing is removed and the positively charged conductor is taken away. പോസിറ്റീവ് ചാർജ് കണ്ടക്ടർ അവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ എയിൽ കൂടി നിൽക്കുന്ന നെഗറ്റീവ് ചാർജുകൾ കണ്ടക്ടർ എ ബിയിൽ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യും. നൗ വി ഹാവ് ചാർജ്ഡ് ദ കണ്ടക്ടർ എ ബി നെഗറ്റീവ്ലി. ചാർജിങ്ങുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളൂടി പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പം ഏതിനാണ് പോസിറ്റീവ് ചാർജ് ഏതിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഗ്ലാസ് റോഡും സിൽക്കുമാണ് റബ്ബ് ചെയ്തത് എങ്കിൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും. ഫേറും എബണൈറ്റുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ ഫേർ എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ്, കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, എബണൈറ്റ് റോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇപ്പോൾ വൂളും പ്ലാസ്റ്റിക്കുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ വൂളിന് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജും. അതുപോലെ ഡ്രൈ ഹെയറും പ്ലാസ്റ്റിക്കുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ ഡ്രൈ ഹെയറിന് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജും. അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്. വെഹിക്കിൾസ് ക്യാരിയിങ് ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് യൂഷ്വലി ഹാവ് മെറ്റൽ റോപ്സ് ടച്ചിങ് ദ ഗ്രൗണ്ട്. വൈ? അതുപോലെ തന്നെ വേറെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദ ടയർ ഓഫ് എയർക്രാഫ്റ്റ് ആർ സ്ലൈറ്റ്ലി കണ്ടക്ടിങ്. വൈ? ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ കൊണ്ടുപോകുന്ന ലോറികളിലൊക്കെ ലോറികളിൽ നിന്ന് ഭൂമിയിലേക്ക് തട്ടിക്കൊണ്ട് ചങ്ങല തൂങ്ങിക്കിടക്കുന്ന നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വാഹനങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് എയർ ഫ്രിക്ഷൻ വഴി ആ വാഹനത്തിൻ്റെ ബോഡിയിൽ ചാർജ് ഡെവലപ്പ് ചെയ്യും.
സ്റ്റാറ്റിക് ചാർജ് ഡെവലപ്പ് ചെയ്താൽ സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാർജുകളെ ഭൂമിയിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടാണ് ലോറികളിൽ മെറ്റൽ റോപ്പ് ഭൂമിയുമായി തട്ടിച്ച് ഇടുന്നത്. അതേ കാരണം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും. എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഭൂമിയുമായി കോണ്ടാക്റ്റിലാവുമ്പം ഫ്രിക്ഷൻ കാരണം ചാർജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് ടയർ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ അത് ഭൂമിയിലേക്ക് ഫ്ലോ ചെയ്ത് പോകും. അതുകൊണ്ടാണ് എയർക്രാഫ്റ്റിൻ്റെ ടയർ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആക്കുന്നത്. അടുത്ത ചോദ്യം, എ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് ഈസ് ബ്രോട്ട് നിയർ ടു അൺചാർജ്ഡ് മെറ്റൽ സ്പിയേഴ്സ് ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. ഗ്ലാസ് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്താൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജാണ് കിട്ടുക. പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് കോണ്ടാക്റ്റിലുള്ള ചാർജ് ഇല്ലാത്ത രണ്ട് മെറ്റൽ സ്പിയറുമായിട്ട് അടുത്ത് കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഈ മെറ്റൽ സ്പിയർ രണ്ട് മെറ്റൽ സ്പിയറുകൾ ഒരൊറ്റ സ്പിയർ പോലെ ആക്ട് ചെയ്യും കോണ്ടാക്റ്റിലായതുകൊണ്ട്. ഇതിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവ് ചാർജുകളെ ഈ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും, ഇതിലുള്ള നെഗറ്റീവ് ചാർജുകളെ ഈ അറ്റത്തേക്ക് അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് അത് ഉണ്ടാവുക. ആദ്യത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ ദ സ്പിയേഴ്സ് ആർ സ്ലൈറ്റ്ലി സെപ്പറേറ്റഡ്. സ്പിയേഴ്സ് ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്താലും ഈ പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡിൻ്റെ ഇഫക്റ്റ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ചാർജ് ഈ അറ്റത്തും നിൽക്കും, പോസിറ്റീവ് ചാർജ് രണ്ടാമത്തെ സ്പിയറിൻ്റെ ഈ അറ്റത്തും നിൽക്കും. അടുത്ത ചോദ്യം, ഗ്ലാസ് റോഡ് ഈസ് റിമൂവ്ഡ്. ഗ്ലാസ് റോഡ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല. ഇതിൻ്റെ ഇഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ നെഗറ്റീവ് ഈ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് ഈ അറ്റത്തേക്കും വരും, ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് ഈ അറ്റത്തേക്കും വരും. When the glass rod is removed, the negative and positive charges are displaced such that they faces each other. എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം, the spheres are separated far apart. ഇങ്ങനെ അടുത്ത് വെച്ച സ്പിയർ നമ്മൾ ദൂരേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇഫക്റ്റോ ഉണ്ടാവില്ല. അപ്പം എന്താ സംഭവിക്കുക, ഇവിടെയുള്ള ഇങ്ങനെ നിൽക്കുന്ന നെഗറ്റീവ് ചാർജ് ഇതിൻ്റെ ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അതുപോലെ ഇതിൽ ഡെവലപ്പ് ചെയ്ത പോസിറ്റീവ് ചാർജുകൾ, ഇവിടെ നിന്നിരുന്ന പോസിറ്റീവ് ചാർജുകൾ അത് യൂണിഫോം ആയിട്ട് ഈ സ്പിയറിലും സ്പ്രെഡ് ചെയ്യും. ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്.